ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാട ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് കാട ഫ്രൈ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. 5 കാടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയായിരുന്നു. ഇനി ഞാനിവിടെ വന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറമേ ഒന്ന് കത്തി ഉപയോഗിച്ചൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഈ കാടയിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഒന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ 5 കാടയും കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി ഇതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി 1.5 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഗരം മസാല 1/2 സ്പൂൺ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, അതുപോലെ തന്നെ മീറ്റ് മസാല 1.25 സ്പൂൺ, പിന്നെ 1/2 സ്പൂൺ ഉപ്പ്, ഇനി കറിവേപ്പില 2 തണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് കുഴമ്പ് രൂപത്തിൽ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ നാരങ്ങാനീരും കൂടി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന കാട ഇതിനകത്തോട്ടൊന്ന് ഇടാം. ഇനി ഈ 5 കാടയിലും ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് കാടയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് കാടയിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്ക് കാട ഇതിനകത്തോട്ട് ഇടാം. നമ്മുടെ കാട ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാട ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള 2-3 കാടയും കൂടി നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.